നമസ്കാരം. റീസെൻ്റായിട്ട് 73,000 കോടി രൂപയുടെ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാതെ ഓരോ ഡീലേഴ്സിൻ്റെ കയ്യിലുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം 2024 ഓഗസ്റ്റ് മാസത്തിലെ വിവിധ വാഹനങ്ങളുടെ സെയിൽ ചാർട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത്ഭുതമുണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ചാർട്ടിലുണ്ട്. തീർച്ചയായിട്ടും വാഹന നിർമ്മാണ മേഖല ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ളൊരു അവസ്ഥയല്ല, വീണ്ടും തിരിച്ച് നല്ലൊരു ബിസിനസ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 15ാമത്തെ പൊസിഷനിൽ വരുന്ന വാഹനം തീർച്ചയായിട്ടും നമുക്കറിയാവുന്നൊരു വാഹനമാണ്. 4 മീറ്ററിന് താഴത്തേക്കുള്ള ഒരു കോമ്പാക്റ്റ് SUV സെഗ്മെൻറ്റിൽ വരുന്ന മികച്ചൊരു വാഹനമാണ്. ഹ്യുണ്ടായുടെ വെന്യൂ എന്ന് പറയുന്ന വാഹനമാണ്. 2024 ഓഗസ്റ്റ് മാസത്തിൽ 9,085 യൂണിറ്റാണ് ഈ ഒരു വാഹനം വിറ്റഴിച്ചിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വേർഷനുണ്ട്. അതായത് എൻലൈൻ എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷനുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മളിതിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻലൈൻ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ വില 12 ലക്ഷം മുതൽ 13,90,000 രൂപ വരെയാണ് അതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് കിടക്കുന്നത്. അത് മാത്രമല്ല അതിൻ്റെ നോർമൽ വേർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7,99,000 മുതൽ 13,48,000 രൂപ വരെയാണ്. അപ്പോൾ 15ാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഹ്യുണ്ടായി വെന്യൂ ആണ്. 14ാമത്തെ പൊസിഷനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നോവ ക്രിസ്റ്റയും ഇന്നോവ ഹൈക്രോസും ഈ 2 വാഹനങ്ങളും ചേർത്തുള്ളൊരു നമ്പറാണ് നമ്മൾ പറയുന്നത്. 9,687 യൂണിറ്റാണ് ഈ 2 വാഹനങ്ങളും ചേർത്തിട്ട് ടൊയോട്ട വിറ്റിട്ടുള്ളത്. നമുക്കറിയാം ഇന്നോവ ക്രിസ്റ്റ ഡീസലിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്നോവ ഹൈക്രോസ് എന്ന് പറയുന്ന വാഹനം അതൊരു പെട്രോൾ ഹൈബ്രിഡിലും അവൈലബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ്. CVT ട്രാൻസ്മിഷനിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു വില നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റയുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 19,99,000 മുതൽ 26,57,000 വരെയാണ് അതിൻ്റെ ഒരു എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്നോവയുടെ ഹൈക്രോസ് എന്ന് പറയുന്ന വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് 19,77,000 മുതൽ 30,98,000 രൂപ വരെയാണ്. അതൊരു വലിയൊരു വിലയുള്ളൊരു വാഹനം തന്നെയാണ്. ഈ 9,687 എന്ന് പറയുന്ന ആ ഒരു നമ്പർ വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. 13ാമത്തെ സ്ഥാനം തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെന്യൂവിൻ്റെ ഒരു ഇരട്ട സഹോദരൻ എന്ന് പറയുന്ന സോണറ്റാണ്. ഏകദേശം 10,073 യൂണിറ്റുകൾ 2024 ഓഗസ്റ്റിൽ വിറ്റഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗ്രാവിറ്റി എഡിഷൻ എന്ന് പറയുന്ന ഒരു എഡിഷനും കൂടെ ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം തീർച്ചയായിട്ടും ഒരു ഗിമ്മിക്കെന്ന് നമുക്ക് പറയാം. തീർച്ചയായിട്ടും ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന കളേഴ്സൊക്കെ മാറ്റിയിട്ട് ഇൻറ്റീരിയർ തീം മാറ്റിയിട്ട് കുറച്ച് സ്കേർട്ടിങ്ങോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെയാണ് വരുന്നത്. ഒരു എഡിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ എഞ്ചിനിലോ ചേസിസിലോ അല്ലെന്നുണ്ടെങ്കിൽ പെർഫോമൻസിലോ എന്തെങ്കിലും ഒരു വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പം ക്രെറ്റയുടെ എൻലൈനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന വെന്യൂവിൻ്റെ എൻലൈനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് നോർമൽ യൂണിറ്റിനേക്കാളും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഡിഫറൻ്റ് ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, ഈ ഒരു വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോണറ്റിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് എക്സ്-ഷോറൂം പ്രൈസ് 7,99,000 മുതൽ 15,77,000 വരെയാണ്. 12ാമത്തെ പൊസിഷനിൽ വരുന്ന വാഹനം മാരുതി സുസുക്കി ഡിസയർ ആണ്. ഡിസയറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ വരാൻ പോകുമ്പോഴാണ് ഡിസയർ ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റ് നേടിയെടുത്തിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ തന്നെ ഒരു സെഡാൻ കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനം ഇത് മാത്രമാണ്. ഇതൊരു കോമ്പാക്ട് സെഡാൻ ആണ്. 4 മീറ്ററിന് താഴത്തേക്കാണ് ഇതിൻ്റെ ഒരു ലെങ്ത്. 10,627 യൂണിറ്റാണ് 2024 ഓഗസ്റ്റ് മാസത്തിൽ വിറ്റഴിച്ചിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 6,56,000 മുതൽ 9,39,000 വരെയാണ്. 10ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് മാരുതി സുസുക്കി ഈക്കോ എന്ന് പറയുന്ന വാഹനമാണ്. ഒരു വാൻ സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനമാണ്. ഒമ്നി ഡിസപ്പിയർ ആയതിനു ശേഷം നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു മികച്ച ഒരു വാൻ എന്ന് പറയുന്നത് ഈക്കോ തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 ഓഗസ്റ്റ് മാസം 10,985 യൂണിറ്റുകൾ വിറ്റഴിച്ചിട്ടുണ്ട്. 5,32,000 മുതൽ 6,58,000 വരെയാണ് ഇതിൻ്റെ ഒരു എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. 10ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കോമ്പാക്റ്റ് SUV സെഗ്മെൻറ്റിലെ ഒരു വളരെ മികച്ച ബിൽഡ് ക്വാളിറ്റി ഉള്ള ടാറ്റയുടെ പ്രീമിയം വാഹനം എന്നൊക്കെ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അത്യാവശ്യം പ്രീമിയമായി മാറിക്കൊണ്ടിരിക്കുന്ന നെക്സോൺ എന്ന് പറയുന്ന കോമ്പാക്റ്റ് SUV ആണ്. 12,289 യൂണിറ്റുകളാണ് 2024 ഓഗസ്റ്റ് മാസം ഈ ഒരു വാഹനം വിറ്റഴിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഐസ് വേർഷൻ്റെ വില എന്ന് പറയുന്നത് 8 ലക്ഷം മുതൽ 15,80,000 രൂപ വരെയാണ്. എന്നാൽ EV വാഹനവും ഉണ്ട്. അതിന് 14,49,000 മുതൽ 19,50,000 വരെയാണ് അപ്രോക്സിമേറ്റ്ലി അതിൻ്റെ ഒരു എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. 9ാമത്തെ പൊസിഷനിൽ ഇതുവരെ ഡിസ്കൗണ്ടൊന്നും അധികം ലഭിക്കാത്ത നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിലുള്ളൊരു വാഹനം തന്നെയാണ് മാരുതി സുസുക്കിയുടെ ഒരു ക്രോസ് ഓവർ ആയിട്ടുള്ള ബലീനോയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഫ്രോങ്സ് എന്ന് പറയുന്ന മിടുക്കനായിട്ടുള്ളൊരു വാഹനമാണ്. 12,387 യൂണിറ്റുകളാണ് 2024
ഓഗസ്റ്റ് മാസം ഫ്രോങ്സിന് മൊത്തത്തിൽ വിറ്റഴിച്ചിട്ടുള്ളത്. അതായത് ഇതിനകത്ത് ടർബോയും ഉണ്ട്, നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും ഉണ്ട്. നമ്മളിതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 7,51,000 മുതൽ 13 ലക്ഷം വരെയാണ്. അതിനകത്ത് ടർബോ ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 8ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഫ്രോങ്സിൻ്റെ തന്നെ സെയിം പ്ലാറ്റ്ഫോമിലുള്ള ഒരു വാഹനമാണ്, ബലീനോ ആണ്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഈ രണ്ട് വാഹനത്തിൻ്റെയും സെയിൽസ് നമ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഫ്രോങ്സ് 12,387 ആണെന്നുണ്ടെങ്കിൽ ബലീനോ 12,485 യൂണിറ്റുകളാണ് വിറ്റഴിച്ചിട്ടുള്ളത്. 6,60,000 മുതൽ 9,84,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. 7ാമത്തെ പൊസിഷനിൽ വരുന്ന വാഹനം മാരുതി സുസുക്കിയുടെ 3 സിലിണ്ടർ എഞ്ചിനായിട്ടുള്ള സ്വിഫ്റ്റ് ആണ്. സെറ്റോൾ ഇ എന്ന് പറയുന്ന എഞ്ചിനുമായിട്ട് വരുന്ന ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തതിന് ശേഷം നല്ല ഓഫേഴ്സ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സെയിൽസ് ഫിഗേഴ്സിൽ കാണുവാനുമുണ്ട്. 12,844 യൂണിറ്റുകളാണ് 2024 ഓഗസ്റ്റ് മാസത്തിൽ ഈ ഒരു വാഹനം മൊത്തത്തിൽ ഇന്ത്യയിൽ വിറ്റഴിച്ചിട്ടുള്ളത്. 6,49,000 മുതൽ 9,65,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്-ഷോറൂം പ്രൈസ്. ഇതിൻ്റെ ഒരു CNG വേർഷൻ വരുന്നുണ്ട് തീർച്ചയാണ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു പവർ എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പവർ എന്ന് പറയുന്നത് 3 സിലിണ്ടർ എഞ്ചിനാണ്. സെറ്റൽ ഇ എന്ന് പറയുന്ന എഞ്ചിനാണ്. 80.18 അപ്രോക്സിമേറ്റ്ലി അതിൻ്റെ ഒരു PS പവറുണ്ട്. ടോർക്ക് എന്ന് പറയുന്നത് 109 Nm ടോർക്കാണ്. 6ാമത്തെ പൊസിഷനിൽ സ്കോർപ്പിയോയും സ്കോർപ്പിയോ ക്ലാസിക്കും, അത് മാത്രമല്ല അതായത് സ്കോർപ്പിയോ ക്ലാസിക്കും സ്കോർപ്പിയോ എന്നും ഉൾപ്പെടെയാണ്. അപ്പോൾ 6ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് മഹീന്ദ്രയുടെ സ്കോർപ്പിയോ ആണ്. 13,787 യൂണിറ്റുകളാണ് വിറ്റഴിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കോർപ്പിയോ എൻ എന്ന് പറയുന്നത് വളരെ മികച്ചൊരു വാഹനമാണ്. ക്ലാസിക്കിൻ്റെ വില എന്ന് പറയുന്നത് എക്സ്-ഷോറൂം പ്രൈസ് 13,62,000 മുതൽ 17,42,000 വരെയാണ്. എന്നാൽ സ്കോർപ്പിയോ എന്നിൻ്റെ ഒരു എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 13,55,000 മുതൽ 24,5 ലക്ഷം അപ്രോക്സിമേറ്റ്ലി വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാഹനം 5ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ജൈത്ര യാത്രയ്ക്ക് ഇത്രയധികം കോൺട്രിബ്യൂഷൻ നൽകിയ മറ്റൊരു വാഹനമില്ല എന്ന് തന്നെ പറയാം. ടാറ്റയുടെ പഞ്ചാണ്. ആ ഒരു പേരിൽ തന്നെ ഒരു പഞ്ചുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത്രയും പഞ്ചാണ് ആ ഒരു വാഹനം ആ ഒരു കമ്പനിക്ക് കൊടുത്തിട്ടുള്ളത്. 15,643 യൂണിറ്റുകളാണ് ഈ ഒരു വാഹനം മൊത്തത്തിൽ 2024 ഓഗസ്റ്റ് മാസം മാത്രം വിറ്റഴിച്ചിട്ടുള്ളത്. അതിനൊരു ഇലക്ട്രിക് വേർഷനുണ്ട്. ഇലക്ട്രിക് വേർഷൻ്റെ വില നമുക്കറിയാം 10,99,000 മുതൽ 15,49,000 വരെയാണ്. എന്നാൽ അതിൻ്റെ ഒരു പെട്രോൾ വേർഷൻ അതിന് 6,13,000 മുതൽ 10,20,000 വരെയാണ്. ഒരു CNG വേർഷനും കൂടെ ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും 4ാമത്തെ പൊസിഷനിൽ വലിയ സംശയവും വലിയ എന്താ പറയുക ഞെട്ടലോ കാര്യങ്ങളൊന്നുമില്ല, വാഗണാർ. തീർച്ചയായിട്ടും വാഗണാർ ഈ ഒരു പൊസിഷനകത്ത് എന്തായാലും വരും. കാരണം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും മാരുതി സുസുക്കിയുടെ വാഗണാറും ഫ്രോങ്സും അത് മാത്രമല്ല ടാറ്റ പഞ്ചും ഒക്കെ ഈ ഒരു ലിസ്റ്റിൽ തീർച്ചയായിട്ടും വരും. അപ്പോൾ 4ാമത്തെ പൊസിഷനിനകത്ത് വാഗണാറാണ്. 16,450 യൂണിറ്റുകളാണ് 2024 ഓഗസ്റ്റ് മാസം വിറ്റഴിച്ചിട്ടുള്ളത്. 5,54,000 മുതൽ 7,38,000 വരെയാണ് ഒരു എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഒരു ഞെട്ടലും വേണ്ട. 3ാം സ്ഥാനം എന്ന് പറയുന്നത് മിഡ് സൈസ് SUVയിലെ കിങ് എന്ന് പറയാൻ കഴിയുന്ന ദ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു സെഗ്മെൻറ്റിലെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിഡ് സൈസ് SUV എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന ക്രെറ്റയാണ്, ഹ്യുണ്ടായുടെ ക്രെറ്റ. ഇതുവരെ ആ ഒരു വാഹനത്തിൻ്റെ ആ ഒരു എന്താ പറയുന്ന മേധാവിത്വത്തെ ബീറ്റ് ചെയ്യാൻ മറ്റൊരു വാഹനത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 2024 ഓഗസ്റ്റ് മാസം 16,762 യൂണിറ്റുകളാണ് ക്രെറ്റ വിറ്റഴിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 11 ലക്ഷം മുതൽ 20.5 ലക്ഷം വരെ എക്സ്-ഷോറൂം പ്രൈസ് വരുന്ന ഒരു വാഹനമാണ്. അത്രയധികം ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് വലിയ ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്. 16,762 യൂണിറ്റുകളാണ് 2024 ഓഗസ്റ്റ് മാസത്തിൽ ക്രെറ്റ മൊത്തത്തിൽ വിറ്റഴിച്ചിട്ടുള്ളത്. ഇതിനകത്തൊരു എൻലൈൻ വേർഷനും ഉണ്ട്. ഇപ്പോൾ നൈറ്റ് എഡിഷൻ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല നൈറ്റ് എഡിഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരു ഡാർക്ക് എഡിഷൻ എന്നുള്ള രീതിക്ക് മാത്രം നമ്മൾ കണ്ടാൽ മതി. 3ാമത്തെ പൊസിഷനിലാണ് ക്രെറ്റ നിൽക്കുന്നത്. 2ാമത്തെ പൊസിഷനിൽ മാരുതി സുസുക്കിയുടെ MPV സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനം എർട്ടിഗയാണ്. ഞെട്ടിപ്പോയി. കാരണം എർട്ടിഗയുടെ ഇത്രയധികം ഒരു സക്സസ് അധികം ആരും നമ്മളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. കാരണം എർട്ടിഗയെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഇല്ലാതെ എർട്ടിഗ ഇപ്പോൾ മാർക്കറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വാഹനം എർട്ടിഗയ്ക്ക് എതിരെ ഒരു കോമ്പറ്റീഷനുമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ പോലും എർട്ടിഗയ്ക്ക് നല്ലൊരു സാധ്യത ഉണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. 18,580 യൂണിറ്റുകളാണ് 2024 ഓഗസ്റ്റ് മാസം മൊത്തത്തിൽ എർട്ടിഗ വിറ്റഴിച്ചിട്ടുള്ളത്. 8.5 ലക്ഷം മുതൽ, അതായത് 8,69,000 മുതൽ
13 ലക്ഷം വരെയാണ് ഇതിൻ്റെ ഒരു എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഞെട്ടിക്കുന്ന ഒരു കാര്യം, നമ്പർ 1 പൊസിഷനിൽ വന്ന് നിൽക്കുന്ന ഒരു വാഹനം മാരുതി സുസുക്കിയുടെ കോമ്പാക്റ്റ് SUV സെഗ്മെൻറ്റിലുള്ള ബ്രസ എന്ന് പറയുന്നൊരു വാഹനമാണ്. വുഡ് യു ബിലീവ് 19,190 യൂണിറ്റുകളാണ് 2024 ഓഗസ്റ്റ് മാസം ഈ ഒരു വാഹനം വിറ്റഴിച്ചിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രമുഖരായിട്ടുള്ള 7 കമ്പനികളുടെ വാഹനങ്ങൾ 2024 ഓഗസ്റ്റ് മാസം വിറ്റ കണക്കുകൾ എടുത്ത് കൂട്ടിയാൽ പോലും ഈ ബ്രസ അതിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. ഫോർ എക്സാമ്പിൾ MG, വോക്സ് വാഗൺ, അത് മാത്രമല്ല റെനോൾട്ട്, സ്കോഡ, നിസാൻ, സിട്രോയൻ, ജീപ്പ് വെറും 340 യൂണിറ്റ് മാത്രമാണ് 2024 ഓഗസ്റ്റ് മാസം വിറ്റഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ മൊത്തം, അതായത് MG ആണെന്നുണ്ടെങ്കിലും ഫോക്സ് വാഗൺ ആണെന്നുണ്ടെങ്കിലും റെനോൾട്ട് ആണെന്നുണ്ടെങ്കിലും സ്കോഡ, നിസാൻ, സിട്രോയൻ, ജീപ്പ്, ഈ 7 കമ്പനികൾ 2024 ഓഗസ്റ്റ് മാസം വിറ്റ വാഹനങ്ങളുടെ കണക്കെടുത്ത് കൂട്ടിയാൽ പോലും 17,816 യൂണിറ്റുകൾ മാത്രമേ ആവുകയുള്ളൂ. അപ്പോൾ ബ്രസ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് പോലെയായി മാറി. 19,190 യൂണിറ്റുകളാണ് 2024 ഓഗസ്റ്റ് മാസം ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക മോഡൽ മാത്രം വിറ്റഴിച്ചിട്ടുള്ളത്. 8,34,000 മുതൽ 14,14,000 രൂപ വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഈ ഒരു വാഹനത്തിന് ഒരൊറ്റ കുറവ് മാത്രമേ ഉള്ളൂ, മാനുവൽ ട്രാൻസ്മിഷനകത്തു നിന്നും സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ പ്യുവർ ടോർക്ക് കൺവെർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഉണ്ട്. തീർച്ചയായിട്ടും അതിന് ടോർക്കിനെ കുറച്ചൊന്ന് എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫീച്ചറായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. അതൊരു പ്യുവർ ഹൈബ്രിഡ് വാഹനം കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരു കാര്യം കൂടെ എടുത്ത് പറയട്ടെ, ഇനി അങ്ങോട്ട് പോകും തോറും ഫെസ്റ്റിവൽ സീസൺസ് വരാൻ പോവുകയാണ്, ഓഫേഴ്സ് തുടങ്ങും. പക്ഷേ ഏറ്റവും നല്ല ഓഫേഴ്സ് വരാൻ പോകുന്നത് 2024 ലാസ്റ്റ് ക്വാർട്ടറിലും 2025 ഫസ്റ്റ് ക്വാർട്ടറിലും ആയിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹമാണ് നമ്മുടെ സപ്പോർട്ട്. നല്ല നല്ല വ്ളോഗ്സ് വേണം നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.